എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ദീപാവലി ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. ദീപാവലിയുടെ തലേ ദിവസമാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഷോപ്പിങ്ങിന് വേണ്ടി പോയത്. അപ്പോൾ അതിന് മുമ്പൊക്കെ കുറച്ച് തിരക്കായ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടി തലേ ദിവസം ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നല്ല തിരക്കായിരുന്നേ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് എപ്പോഴും പോകുന്ന മാതിരി റായ് മാർക്കറ്റിലാണ് ദീപാവലി ഷോപ്പിങ്ങിനും പോകുന്നത്. ഞങ്ങളങ്ങനെ റായ് മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ദിയ വാങ്ങിക്കണം, പടക്കം വാങ്ങിക്കണം, സ്വീറ്റ്സ് വാങ്ങിക്കണം, പിന്നെ കുറച്ച് 1-2 ലൈറ്റ്സും കൂടി അധികം വാങ്ങിക്കണം. കഴിഞ്ഞ വർഷത്തെ ഉള്ളത് ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് 1-2 ലൈറ്റ്സും കൂടി, എനിക്കൊരു സ്റ്റാർ ലൈറ്റും ഒക്കെ വേണം പറഞ്ഞ് ബഹളം വെച്ച കാരണം അതും കൂടി വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ റിലയൻസ് മാർട്ടിൽ പോകാൻ വിചാരിച്ചു. ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വഴിയിൽ നിന്നുള്ള കച്ചവടക്കാരനാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇത്തിരി വെയിൽ കൂടുതലുണ്ട്. അപ്പോൾ പുറത്തു കൂടി അങ്ങനെ വെയിലത്ത് ഹനിനെ കൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടായ കാരണം സ്മാർട്ട് ബസാറിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ദിയയും സ്വീറ്റ്സും കൂടി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ സ്മാർട്ട് ബസാറത്തെ സ്വീറ്റ്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ളതായിട്ട് തോന്നിയില്ല. അത് കാരണം പിന്നെ അവിടുന്ന് സ്വീറ്റ്സ് ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ, ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗ്രോസറിയും സ്വീറ്റ്സൊക്കെ. ഫസ്റ്റ് ഫ്ലോറിൽ ദിയയും ബാക്കി ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ദിയ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സ്വീറ്റ്സ് വിശാലിൽ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു. അത് അങ്ങനെയില്ല, എനിക്ക് എത്ര എണ്ണം കിട്ടിയാലും സന്തോഷം. ഇത് 149, 149. ഇത് പക്ഷേ ഇതിനകത്ത് ഡിസൈൻ ഉണ്ട്. അങ്ങനത്തെ ഡിസൈൻ അല്ലല്ലോ. വേറെ സ്ഥലത്ത് പോയിട്ട് അധികം ഇത് ചെയ്യുന്നതിനാടി നല്ല ഇവിടുന്ന് എടുത്ത് പോകുന്നത്. അതാ ഞാൻ ചോദിച്ചത്. അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ. പക്ഷെ അത് വാങ്ങിക്കാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡിസ്കഷൻസിനൊക്കെ ശേഷം അത്രയും ദിയയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നത്. ഇങ്ങനത്തെ നീളത്തിലുള്ള ലൈറ്റ് ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ വേണമായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിച്ചു. പിന്നെ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയത് വിശാൽ മെഗാ മാർട്ടിൽ വന്നു. വിശാലിൽ കുറച്ചധികം സ്വീറ്റ്സ് ഉണ്ട് ആക്ച്വലി, ഞങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വീറ്റ്സൊക്കെ നോക്കി. പക്ഷേ ഇവിടൊന്നും മൂന്നിനത്രയും തൃപ്തിയായില്ല സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ. അത് കാരണം സ്വീറ്റ്സ് വാങ്ങിക്കാൻ വന്നിട്ട് വിശാലിൽ നിന്ന് സ്വീറ്റ്സ് കിട്ടില്ല. പക്ഷേ മൂന്നിനൊരു ടീഷർട്ടും ഹനിക്കൊരു പെൻസിൽ ബോക്സും കിട്ടി. പിന്നെ ഞങ്ങൾ അതും രണ്ടും കൂടി വാങ്ങിച്ചിട്ട് വിശാലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വാങ്ങിക്കാൻ ബാക്കിയുള്ളത് പടക്കവും സ്വീറ്റ്സും ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഹനി ഒരു സ്റ്റാർ ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല, അത് വാങ്ങിക്കാണ്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഹനി കരച്ചിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ പടക്കവും സ്വീറ്റ്സും പിന്നെ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് സ്റ്റാർ ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത് ഹനീൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹനിക്ക് അത് വേണം പറഞ്ഞത്. ഇപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റാർ ലൈറ്റ്. ഒരു 5 വലിയ സ്റ്റാറും 5 കുഞ്ഞു സ്റ്റാറും ചെറുതും. അങ്ങനെ ഞങ്ങൾ സ്റ്റാർ ലൈറ്റും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ഉച്ചയായി. ഞങ്ങൾ രാവിലെ 10:30 കണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് വരാൻ തീരുമാനിച്ചു. വൈകിട്ട് ഞങ്ങൾക്ക് ഒരു മേളയ്ക്ക് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ ആ മേളക്കൊക്കെ പോയി ക്രാക്കർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിത് റായ് മാർക്കറ്റിൽ രാം ബസാറിൽ വന്നിരിക്കുകയാണ്. രാം ബസാർ മുഴുവൻ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല ദീപാവലി വൈബ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് വാങ്ങിക്കുന്നതും പടക്കം വാങ്ങിക്കുന്നതും എന്തായാലും ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ദീപാവലിയുടെ ദിവസം രാവിലെ പോയി വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്കിങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വേണമായിരുന്നു. ലക്ഷ്മി ദേവിയുടെ കാൽപ്പാദവും തറയിൽ ഒട്ടിക്കുന്ന പോലത്തെ രംഗോലിയൊക്കെ. അപ്പോൾ അതേതെങ്കിലും ചെറിയ കടയിൽ കിട്ടുമെന്ന് അന്വേഷിച്ച് അങ്ങനെ വഴിയിലൊരു കടയിൽ അതും കിട്ടി. പിന്നെ 2 കാലും വാങ്ങാം. ഇത് എനിക്ക് ഈ ഡിസൈൻ തന്നെ വേണ്ട. ദേവി ഈ എത്തിയതോ പിന്നെ കാല് വേണം. അത് ഓക്കെ. ഈ സ്വീറ്റ്സ് നോക്കുന്നോ?
അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഭദ്ര പാലസിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഗാന്ധി ഗ്രൗണ്ടിൽ ഒരു വലിയ പടക്കത്തിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൻ തുറന്ന പിന്നെ ഇവിടെ ഒന്ന് നോക്കാം, ഇപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന്. പക്ഷേ അവിടുന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് പ്രൈസ് കമ്പയർ ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടാണ് തോന്നിയത്. അപ്പോൾ പിന്നെ അത് കാരണം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് പടക്കം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് പടക്കം വാങ്ങിച്ചു. ഇത്രയും വാങ്ങിച്ചു. പിന്നെ സ്വീറ്റ്സ് വാങ്ങണമായിരുന്നു. സ്വീറ്റ്സും കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി ഈ പറഞ്ഞ മാതിരി 1-2 കടയിലൊക്കെ പോയി നോക്കി. ജന്താ സ്വീറ്റ്സിലും വേറെ സർദാജി സ്വീറ്റ്സിലൊക്കെ പോയി നോക്കിയപ്പം അവിടെയും ഞങ്ങൾക്ക് അത്രയും അഫോർഡബിളായിട്ട് തോന്നിയുമില്ല. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ളതൊന്നും കിട്ടിയുമില്ല. പിന്നെ ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, കൽക്ക സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഒറിജിനൽ പൂക്കളും കൂടി വാങ്ങണമായിരുന്നു. ഞങ്ങളങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അത് വരുന്ന വഴി തന്നെയാണ്. അപ്പം കുറേ പൂക്കടകളുണ്ട് ആക്ച്വലി. ഇപ്പം നമ്മൾ ഓണത്തിനൊക്കെ ഇവരുടെ അടുത്ത് നിന്നാണ് പൂ വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ ചെന്നത് ഈ പൂവിൻ്റെ 2 മാലയും പിന്നെ ചെമ്പരത്തി മാത്രം ഇലയും പൂവും കൂടി ഉള്ളതിൻ്റെ 2 എണ്ണം, പിന്നെ ചെമ്പരത്തി ചെണ്ടുമല്ലി മാത്രമുള്ള 2 എണ്ണം കൂടി വാങ്ങിച്ചു. അത് ഇന്ന് രാവിലെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ പടക്കത്തിന് എക്സിബിഷൻ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഭദ്ര പാലസിൽ വന്നിട്ട് അവിടെ നിന്ന് ഡിന്നറും ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ ഞങ്ങളുടെ വേറെ 2 ഫാമിലി ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഹനിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരിക്കും ദൈസിൻ. പിന്നെ വേറെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ദീപാവലിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.